എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒക്ടോബർ 22 എക്സാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ എല്ലാ ഇതിൻ്റെതും ഒറ്റ ഒരു എക്സാം ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ 22 എന്ന് പറയുന്നത് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ അതിൽ കാണിക്കുന്ന ഡേറ്റാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കൺഫർമേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ, എക്സാം കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഒന്നിലധികം എക്സാമുകൾ ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് എക്സാം നടത്തിയിട്ട് അതിൻ്റെ ഓരോ ലിസ്റ്റും സെപ്പറേറ്റ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. അതായത് എല്ലാത്തിനും കൂടി ഒറ്റ എക്സാമാണ്. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വരുമ്പം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് സിലബസിനെ കുറിച്ചാണ്. സിലബസ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ DC ക്വാളിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാത്സ്, അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സിലബസിൽ വരുന്നില്ല. അത് കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ സാധാ ടൈപ്പിസ്റ്റിൻ്റെ സിലബസാണ്. അതായത് 10 മാർക്ക് GK, 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മലയാളം, 10 മാർക്ക് ടൈപ്പ് റൈറ്റിംഗ്, 40 മാർക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ് വരുന്നത്. പിന്നെ എക്സാം ഡേറ്റ് 22 പിന്നെ നമുക്ക് ഈ ഇതിലേക്ക് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വന്നിട്ടുള്ള ലിസ്റ്റുകളിൽ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 65 മുതൽ 75 മുകളിലേക്കും കട്ട് ഓഫ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇനിയുള്ള സമയം നമുക്കറിയാം, ഏകദേശം 3 മാസം മാത്രമേ സമയം നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ നിങ്ങളത് എങ്ങനെ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇന്ന് കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അതായത് കോഴ്സിൽ എങ്ങനെയൊക്കെ ആയിരിക്കും വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ അടങ്ങുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തെ. കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് പോകാമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്കത് എഫക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ തീരെ ബേസ് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും അതുപോലെ തന്നെ ഈ കട്ട് ഓഫ് കടക്കാനും സാധിക്കും. ഓക്കെ, അടുത്തായിട്ട് കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാലിഡിറ്റി വരുന്നത് ഒക്ടോബർ 31, അതായത് നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെയാണ്. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 1 മുതലാണ്. അതുപോലെ തന്നെ ഫീസ് 250 രൂപയാണ്. വീക്ക്ലി 5 ക്ലാസ്സുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സാറ്റർഡേ സൺഡേ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പോൾസ് അവൈലബിൾ ആണ്. അതായത് റിലേറ്റഡ് ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻ പോൾസും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സിൽ എങ്ങനെയൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ മെത്തേഡ്സിലാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ക്ലാസ്സസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡെമോ കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ഓക്കെ, ഇപ്പം ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഫൈനൽ ആൻസർ കീ ആണ്. ഒരു ഓൺലൈൻ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ ആണ് എടുത്തിട്ടുള്ളത്. റിപ്പോർട്ടർ ഗ്രേഡ് 2 NCST. ഇതിൻ്റെ ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് 2023 ഓഗസ്റ്റ് 1 നടന്നിട്ടുള്ളതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സസ് കൂടാതെ കണ്ടൻറ്റ് ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിലേക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് വാട്ടർഷെഡ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. അതായത് വേൾഡ് വാട്ടർഷെഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണ്? ഇവിടെ വേൾഡ് വാട്ടർ ഷെഡ് ഡേ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് ഡേ എന്നും ചോദിക്കാം. രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്, February 2.
അതായത് ഇവിടെ വാട്ടർഷെഡ് ഡേ എന്നതുകൊണ്ടും വെറ്റ്ലാൻഡ് ഡേ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിൽ ഫെബ്രുവരി 2 ഈ ഒരു ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ 2025 വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഒരു ഡേ കണ്ടക്ട് ചെയ്യുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റും ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചുമാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെലിബ്രേറ്റ് ചെയ്തത് 2025 സെലിബ്രേറ്റ് ചെയ്തത് പാർവതി ആർഗ റംസാർ സൈറ്റ്, ഗോണ്ട, ഉത്തർപ്രദേശ്. അപ്പോൾ ഇത് 2025 ഫെബ്രുവരി 2 സെലിബ്രേറ്റ് ചെയ്ത വേദി എന്ന് പറയുന്നത് പാർവതി ആർഗ റംസാർ സൈറ്റ്, ഗോണ്ട, ഉത്തർപ്രദേശാണ്. അപ്പോൾ ഈ സൈറ്റുകൾ, അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്ലേസിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ തീം ഇമ്പോർട്ടൻ്റ് ആണ്, അതും തീർച്ചയായിട്ടും നോക്കി വെക്കുക. തീം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. ഇനി ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ആനുവലി ടു റേസ് അവയർനെസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് വെറ്റ്ലാൻഡ്സ് ആൻഡ് മാർക്സ് ദ അഡോപ്ഷൻ ഓഫ് ദ റംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ഇൻ 1971 ഇൻ റംസാർ ഇറ. അപ്പോൾ ഈ ഒരു വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെറ്റ്ലാൻഡ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ റംസാർ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് ഏറ്റവും ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ റംസാർ സൈറ്റിലേക്ക് ആഡ് ചെയ്യും. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കൺവെൻഷൻ 1971 റംസാർ, ഇറാനിലെ ഒരു സ്ഥലമാണ് റംസാർ, അവിടെ വെച്ചൊരു കൺവെൻഷൻ നടന്നിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കും കൂടിയാണ് ഈ ഒരു ഡേ ആചരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ 2025 പുതിയതായിട്ട് റംസാർ സൈറ്റുകൾ 4 നിലവിൽ വന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ റീസെൻ്റ് എക്സാംസിൽ അത് ചോദിച്ചിട്ടുണ്ട്, നോക്കാം. ഉദ്വാ ലേക്ക് ഇൻ ജാർഖണ്ഡ്, തീർത്ഥങ്കൽ ആൻഡ് സക്കരക്കോട്ടെ തമിഴ്നാടിൽ നിന്ന് 2 പ്ലേസാണ് വന്നിട്ടുള്ളത്, തീർത്ഥങ്കലും സക്കരക്കോട്ടയും. പിന്നെ കെച്ചിയോ പാൽറി സിക്കിം. ഈ 4 സൈറ്റുകളാണ് ഉദ്വാ ലേക്ക് ഇൻ ജാർഖണ്ഡ്, തീർത്ഥങ്കൽ ആൻഡ് സക്കരക്കോട്ടെ തമിഴ്നാട്, കെച്ചിയോ പാൽറി സിക്കിം. അപ്പോൾ ഇതിൽ സിക്കിമിലെയും ജാർഖണ്ഡിലെയും ആദ്യത്തെ റംസാർ സൈറ്റുകളാണ് ഏതൊക്കെ? ഉദ്വയും അതുപോലെ തന്നെ കെച്ചിയോ പാൽറിയും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ റംസാർ സൈറ്റ്സ് ഈ 4 ഉൾപ്പെടെ 89 റംസാർ സൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതുപോലെ കറണ്ട് അഫയേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഈ ഒരു വീഡിയോസിൽ, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇതിൽ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ഫെബ്രുവരി 2 ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റും ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഈ ഒരു വേൾഡ് വെറ്റ്ലാൻഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2025 ഫെബ്രുവരി 2 സെലിബ്രേറ്റ് ചെയ്തത് പാർവതി ആർഗ റംസാർ സൈറ്റ്, ഗോണ്ട, ഉത്തർപ്രദേശിലാണ്. ഓക്കെ. അപ്പോൾ ഇത് എന്തിനാണ് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വെറ്റ്ലാൻഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് സൂചിപ്പിക്കാനും അതുപോലെ തന്നെ ഈ റംസാർ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ അത് ഈ ബയോളജിക്കലി അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് എന്തെങ്കിലും ഒരു പ്രത്യേക സൈറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൽ എന്തെങ്കിലും ഒരു ജീവികൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംരക്ഷിക്കണം എന്ന് ഇമ്പോർട്ടൻസ് വരുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു സൈറ്റാണ് റംസാർ സൈറ്റ് എന്ന് പറയുന്നത്. പുതിയതായിട്ട് 2025 വന്നിട്ടുള്ള റംസാർ സൈറ്റ്സ് ആണ് ഉദ്വാ ലേക്ക് ജാർഖണ്ഡ്, തീർത്ഥങ്കൽ ആൻഡ് സക്കരക്കോട്ടെ തമിഴ്നാട്, കെച്ചിയോ പാൽറി സിക്കിമാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ സിക്കിമിലെയും ജാർഖണ്ഡിലെയും ആദ്യത്തെ റംസാർ സൈറ്റ്സ് ആണ്. ഇപ്പോൾ ടോട്ടൽ 89 റംസാർ സൈറ്റ്സ് ആണ് ഇന്ത്യയിൽ നിന്നും വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ്? ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, എം വിശ്വേശ്വരയ്യ. അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എം വിശ്വേശ്വരയ്യാണ് വരുന്നത്.
ഇപ്പം നമുക്കറിയാം ആദ്യമൊക്കെ 1951 നിലവിൽ വന്നതാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് നിലവിൽ പ്ലാനിംഗ് കമ്മീഷനോ അതില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളാണ്, 5 ഇയർ പ്ലാൻസ് ആണ് നമ്മൾ ഈ പ്ലാനിംഗ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് ഇപ്പം നീതി ആയോഗ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 5 ഇയർ പ്ലാൻസിൻ്റെ ഗോൾസ്, അതായത് എല്ലാ പഞ്ചവത്സര പദ്ധതികളിലും കോമൺ ആയിട്ട് വരുന്ന ഗോൾസ് ഉണ്ട്, അതൊന്ന് നോക്കി വെക്കണം. ഗ്രോത്ത്, ഇക്വാലിറ്റി, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ, ഈ ഗോൾസാണ് കോമൺ ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ഗ്രോത്ത്, ഇക്വാലിറ്റി, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ, ഈ ഗോൾസാണ് കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ പഞ്ചവത്സര പദ്ധതികളിൽ ഓരോന്നും ഏതൊക്കെ കാലയളവിലാണ്, അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കി വെക്കണം. ഇതിപ്പോൾ ഞാൻ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോർഷനാണ്. ഇതിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിൻ്റെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ഇതിൻ്റെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. അഗ്രികൾച്ചറൽ ഏരിയാസിലാണ് ഇതിൽ മെയിനായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെയാണ്. വ്യാവസായിക വൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷനാണ് വരുന്നത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ്. അതിനുശേഷം 3 വർഷം പ്ലാൻ ഹോളിഡേ ആണ് വരുന്നത്. അതിനുശേഷം 69 അടുത്ത 4ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത്. 69 മുതൽ 74 സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം. 5ാം പഞ്ചവത്സര പദ്ധതിയാണ് 1974 മുതൽ 1979 വരെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ് ഈ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. 6ാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെയാണ്. കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യത്തിൽ മെച്ചപ്പെടുത്തൽ. 7ാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 വരെയാണ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിങ്ങനെയാണ് ഈ ഒരു പദ്ധതിയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. 8ാം പഞ്ചവത്സര പദ്ധതി 1900 അതിനുശേഷം 90 കഴിഞ്ഞ ശേഷം 2 വർഷം ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത പദ്ധതി വന്നിട്ടുള്ളത്. അതിൽ 8ാം പഞ്ചവത്സര പദ്ധതിയിൽ വരുന്നത് 1992 മുതൽ 97 വരെയാണ്. മാനവശേഷി വികസനമാണ് ഇവിടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതി 97 മുതൽ 2002 വരെയാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ്. അതിനുശേഷം 10ാം പഞ്ചവത്സര പദ്ധതി, ഇതറിയപ്പെടുന്നത് കേരള മോഡൽ പഞ്ചവത്സര പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. 2002 മുതൽ 2007 വരെയാണ്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയാണ്. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. ഇനി 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെയാണ്. സുസ്ഥിര വികസനമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കറക്റ്റ്, ഇതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒന്ന് നോക്കി വെക്കുക. നമുക്ക് ഈ ബാക്കിയുള്ള PSC എക്സാമുകളെ പോലെ അത്രയ്ക്ക് ഡീപ്പായിട്ട് ചോദ്യങ്ങൾ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഫസ്റ്റും ഈ 5 ഇയർ പ്ലാൻസിൻ്റെ ഗോൾസിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഗോൾസാണ് ഗ്രോത്ത്, ഇക്വാലിറ്റി, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ. അടുത്തതായിട്ട് ഈ പദ്ധതികളും അതിൻ്റെ ലക്ഷ്യവും കാലയളവും ചോദിക്കാറുണ്ട്, അതൊന്ന് നോക്കി വെക്കുക. 1ാം പഞ്ചവത്സര പദ്ധതി 1951-56 കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2ാം പഞ്ചവത്സര പദ്ധതി 1956-61 വ്യാവസായിക വികസനം. 3ാം പഞ്ചവത്സര പദ്ധതി 1961-66 ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അപ്പോൾ ഇതിന് ശേഷം എന്തുകൊണ്ടാണ് പഞ്ചവത്സര പദ്ധതി നിർത്തിവെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1961-ലും 65-ലും നടന്ന പാകിസ്ഥാൻ യുദ്ധവും 2 യുദ്ധങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്യം വെച്ചത് ആ ഒരു പദ്ധതിയിൽ നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഫെയിലിയർ ആയിരുന്നു. അതുകൊണ്ടാണ് 3 വർഷം നിർത്തിവെച്ചത്. 4ാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം.
5-ാം പഞ്ചവത്സര പദ്ധതി 1974-79 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6-ാം പഞ്ചവത്സര പദ്ധതി 1980-85 കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. 7-ാം പഞ്ചവത്സര പദ്ധതി 1985-90 ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ഇനി 8-ാം പഞ്ചവത്സര പദ്ധതി 92 മുതൽ, അതായത് 90-ന് ശേഷം 2 വർഷം ഗ്യാപ്പ് വരുന്നുണ്ട്. അതിനുശേഷം 92 മുതൽ 97 വരെയാണ് മാനവശേഷി വികസനമാണ് വരുന്നത്. 9-ാം പഞ്ചവത്സര പദ്ധതി 97 മുതൽ 2002 വരെയാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ്. 10-ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11-ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയാണ്. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ്. 12-ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനമാണ്. 2012 മുതൽ 2017 വരെ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും 2015 സ്റ്റോപ്പ് ചെയ്തിട്ട് പ്ലാനിംഗ് കമ്മീഷൻ 2015 അവസാനിപ്പിച്ചിട്ട് 2015 നീതി ആയോഗ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗിനെ കുറിച്ചാണ്. അപ്പോൾ ഈ നീതി ആയോഗ് എപ്പോഴാണ് വന്നിട്ടുള്ളത്, നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജനുവരി 1, 2025. ഇനി നീതി ആയോഗിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഇനി ഇത് 2015 ജനുവരി 1 ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ്. പിന്നെ ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും ചീഫ് മിനിസ്റ്റർ CM നരേന്ദ്രമോദിയാണ് ഇപ്പോഴത്തെ. അതായത് ഇതിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഇപ്പോൾ ചെയർപേഴ്സൺ. പിന്നെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുമൻ ബെറി ആണ്. CEO VR സുബ്രഹ്മണ്യമാണ്. അപ്പോൾ ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കാം, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചെയർപേഴ്സൺ എപ്പോഴും PM ആയിരിക്കും. ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി ആണ്. പിന്നെ CEO VR സുബ്രഹ്മണ്യമാണ്. പിന്നെ ഇത് മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ്റെ മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ് ആണ് ഇതിൻ്റെ ഗവൺമെൻറ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2015 ജനുവരി 1 പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്ത് വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ചെയർപേഴ്സൺ ഏത് സമയത്താണെങ്കിലും പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ഈ 2015 മുതൽ ഇത്രയും വർഷമായിട്ട് നരേന്ദ്രമോദി തന്നെയാണ് ചെയർപേഴ്സണായിട്ട് വന്നിട്ടുള്ളത്. ഇനി വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ്. CEO BVR സുബ്രഹ്മണ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാ സംഘം? ആത്മവിദ്യാ സംഘത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് വാഗ്ബടാനന്ദയാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ജനിച്ച തീയതി 1885 ഏപ്രിൽ 27. ബർത്ത് പ്ലേസ് പാട്യം കണ്ണൂരാണ്. പാട്യം വില്ലേജ് കണ്ണൂർ. വീട്ടുപേര് വയലേരി ഹൗസാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കോരൻ ഗുരു, അമ്മയുടെ പേര് ചീരു അമ്മ. മരിച്ചത് 1939 ഒക്ടോബർ 29. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റ് പേരുകൾ കുഞ്ഞിക്കണ്ണൻ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരു, ശ്രീനാരായണ ഗുരു ഓഫ് മലബാർ എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഒന്നുകൂടി നോക്കാം. കുഞ്ഞിക്കണ്ണൻ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരു, ശ്രീനാരായണ ഗുരു ഓഫ് മലബാർ, ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നത് വാഗ്ബടാനന്ദനാണ്. ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത് മലബാറാണ്. ഇനി പ്രധാന കൃതികൾ നോക്കാം. ആത്മവിദ്യാർത്ഥി 1925, ആത്മവിദ്യാലേഖമാല 1932 പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അധ്യാത്മയുദ്ധം, ഈശ്വരവിചാരം, പ്രാർത്ഥനാഞ്ജലി, മനസാ ചാബല്യം, മംഗളശ്ലോകങ്ങൾ, പ്രാർത്ഥനാമഞ്ജരി, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. ഓക്കെ, അപ്പോൾ വാഗ്ബടാനന്ദനെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ ഇതിൽ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചിട്ടുള്ളത് വാഗ്ബടാനന്ദനാണ്. അദ്ദേഹം ജനിച്ച തീയതി 1885 ഏപ്രിൽ 27. പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് പാട്യം വില്ലേജ് കണ്ണൂർ. വീട്ടുപേര് വയലേരി ഹൗസാണ്. പിന്നെ അച്ഛൻ്റെ പേര് കോരൻ ഗുരു, അമ്മയുടെ പേര് ചീരു അമ്മ.
അദ്ദേഹം മരിച്ചിട്ടുള്ളത് 1939 ഒക്ടോബർ 29 ഇനി കുഞ്ഞിക്കണ്ണൻ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരു, ശ്രീനാരായണ ഗുരു ഓഫ് മലബാർ എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ബാലഗുരു എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി മലബാറിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. പ്രധാന കൃതികൾ ആത്മവിദ്യാലേഖമാല, അധ്യാത്മയുദ്ധം, ഈശ്വരവിചാരം, പ്രാർത്ഥനാഞ്ജലി, മനസാചാബല്യം, മംഗളശ്ലോകങ്ങൾ, പ്രാർത്ഥനാമഞ്ജരി, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ന്യൂസ് പേപ്പർ വോയിസ് ഓഫ് ഇന്ത്യ റിലേറ്റഡ് ടു. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദാദാഭായ് നവറോജിയാണ്. ഇനി കുറച്ച് പത്രങ്ങളും അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ നോക്കാം. ഹിന്ദു സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃത് ബസാർ പത്രിക, ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, ബോംബെ സമാചാർ, ഫർദൂർജി മർസ്ബാർ, കേസരി മറാത്ത ബാലഗംഗാധര തിലകാണ്, ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, ഷോം പ്രകാശ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെയാണ്. അതുപോലെ തന്നെ ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും, ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാർ, കേസരി മറാത്ത ബാലഗംഗാധര തിലകാണ്, ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റിൻ്റെ പത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിൻ്റെ പേപ്പേഴ്സാണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രൈക്ക് ഈസ് നോട്ട് റിലേറ്റഡ് ടു മഹാത്മാഗാന്ധി? താഴെ തന്നിരിക്കുന്ന സ്ട്രൈക്കുകളിൽ മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധമില്ലാത്ത സ്ട്രൈക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബർദോളി. ബർദോളി എന്ന് പറയുമ്പോൾ അത് സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രൈക്കാണ്. മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രൈക്കുകൾ ചമ്പാരൻ, കേദ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ്. ഇനി നമുക്ക് ഗാന്ധിജീൻ്റെ സ്ട്രൈക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കുറച്ച് കണ്ടൻറ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് മെയിനായിട്ട് GK ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഭാഗത്തിൻ്റെ മാർക്ക് മൊത്തം കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഗാന്ധിജി ഈ സമരങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങളും സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി, അതായത് ഭക്ഷണം, വസ്ത്രം, ഭാഷ, അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായിട്ട് ഗാന്ധിജിയെ വിലയിരുത്തി. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയുടെ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ കുറച്ച് സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാരെ പോലെയുള്ള ജീവിത രീതി, വസ്ത്രം, ഭക്ഷണം, ഭാഷ, ഇതൊക്കെ സാധാരണക്കാരനെ പോലെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായിട്ട് ഗാന്ധിജിയെ വിലയിരുത്തി. ഇനി ദക്ഷിണാഫ്രിക്കയിലേക്ക് ഗാന്ധിജി എന്തിനാണ് പോയത് എന്നുള്ളതാണ് പറയുന്നത്. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. പിന്നെ അതുപോലെ തന്നെ ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ വെള്ളക്കാർക്കൊപ്പം 1ാം ക്ലാസ് യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ഓക്കെ, അപ്പോൾ ഈ 21 വർഷക്കാലമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 21 വർഷക്കാലവും അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരില്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇനി ആദ്യകാല സമരങ്ങൾ നോക്കാം. ചമ്പാരനിലെ നീലം കർഷക സമരം ബീഹാർ 1917, അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗുജറാത്ത് 1918, കേഡയിലെ കർഷക സമരം ഗുജറാത്ത് 1918.
ഓക്കെ. അപ്പോൾ ഈ വർഷങ്ങളും സ്ഥലവും അതുപോലെ തന്നെ സമരവും കറക്റ്റ് ഓർത്ത് വെക്കുക. 3 സമരങ്ങളായിട്ട് 3 സമരങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം, അഹമ്മദാബാദിലെ തുണിമിൽ സമരം, കേഡയിലെ കർഷക സമരം. അപ്പോൾ ഇതിൽ ചമ്പാരൻ സമരം നടന്നത് ബീഹാറിലാണ്, 1917. ബാക്കി 2 സമരങ്ങൾ 1918 ഗുജറാത്തിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ആണ് ഈ ഒരു ഗാന്ധിജി ഇടപെട്ടിട്ടുള്ളത്. പിന്നെ അതിൽ പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ പ്ലേഗ്, അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേഗ് ബോണസിനെ ചൊല്ലിയിട്ടാണ് 1918 വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗാന്ധിജി ഉപവാസത്തിലൂടെ ഈ ശമ്പള വർധനവിന് സമ്മതിച്ചു. അധികാരികൾ ശമ്പള വർധനവ് സമ്മതിക്കും, സമരം അവസാനിക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് പറയുന്നത് കേഡയിലെ സമരമാണ്. അത് വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ കേഡയിലെ കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും സമരായുധങ്ങളായിട്ട് ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായി സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിൻ്റെ നേതാവായി തീർത്തു. അതായത് ഇവിടെ കേഡ സമരം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരൾച്ചയും കൃഷിനാശവും മൂലം കർഷകർ ദുരിതത്തിലായി. പക്ഷെ അവരിൽ നിന്നും നികുതി, ഈ ഒരു ദുരിതം അനുഭവിക്കുമ്പോഴും നികുതി പിരിക്കാനും അവരെ നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. അപ്പോൾ ആ ഒരു ഇതിനെതിരെ സത്യാഗ്രഹവും അതുപോലെ തന്നെ അഹിംസയും ഒക്കെ അദ്ദേഹം പ്രയോഗിച്ച് ആ ഒരു നികുതി അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കി. ഓക്കെ. ഇനി അടുത്തായിട്ട് പ്ലേഗ് ബോണസ് എന്താണെന്ന് നോക്കാം. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏകദേശം 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾ അവരുടെ ശമ്പളത്തിൻ്റെ 80% വരെ ബോണസായിട്ട് നൽകിയിരുന്നു. അതായത് ഈ പ്ലേഗ് 1917 ബാധിച്ചപ്പോൾ ഏകദേശം 10%, ആ ജനസംഖ്യയുടെ 10% പേരെ വരെ ഈ ഒരു പ്ലേഗ് ബാധിച്ച് മരിച്ചു. അപ്പോൾ ഈ ഒരു കാലയളവിൽ ശമ്പളത്തിന് 80% വരെ ബോണസായിട്ട് നൽകിയിരുന്നു ഇവർക്ക്, തൊഴിലാളികൾക്ക്. ഈ പ്ലേഗ് ബാധിതരായിട്ടുള്ള തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട് 80% വരെ ബോണസായിട്ട് നൽകിയിരുന്നു. അപ്പോൾ ഈ രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ അതിനുശേഷം ഒന്നാം ലോകയുദ്ധം വന്നത് 1914 നിങ്ങൾക്കറിയാം. ഒന്നാം ലോകമഹായുദ്ധം 1914. അപ്പോൾ ആ ഒരു സമയത്ത് വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾക്ക് ഈ ഒരു പ്ലേഗ് ബോണസ് ഉപകാരമായി. അപ്പോൾ ഈ രോഗഭീതി ഒഴിഞ്ഞു, അതായത് പ്ലേഗ് കുറഞ്ഞപ്പം ആനുകൂല്യം നിർത്തലാക്കി, അതായത് ബോണസ് അവർക്ക് നിർത്തലാക്കി. അതിനെതിരെയാണ് ഈ തൊഴിലാളികൾ സമരത്തിന് പ്രേരിപ്പിച്ചത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനും ഈ ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദ ലാസ്റ്റ് പോപ്പുലർ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ്ഡ് ബൈ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓർഗനൈസ് ചെയ്ത പോപ്പുലർ പ്രൊട്ടസ്റ്റ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ പ്രസൻറ്റ് മിനിസ്റ്റർ ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ യൂത്ത് ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അനുരാഗ് താക്കൂർ. ഇത് 2023 നടന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മന്ത്രിസഭ ഒന്ന് നോക്കാം. ഇത് കേന്ദ്ര മന്ത്രിസഭ. നരേന്ദ്രമോദിയാണ് പ്രൈം മിനിസ്റ്റർ. ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം വാരണാസിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത് പേഴ്സണൽ പെൻഷൻ, പൊതു പരാതി പരിഹാരം, ആണവോർജം, ബഹിരാകാശം, എല്ലാ പ്രധാന നയപരമായ വിഷയങ്ങളും ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും. ഇനി രാജ്നാഥ് സിംഗ് പ്രതിരോധം, മണ്ഡലം ലക്നൗ ആണ്. അടുത്തതായിട്ട് അമിത് ഷാ ആഭ്യന്തരം സഹകരണം, മണ്ഡലം ഗാന്ധിനഗറാണ്. നിതിൻ ജയറാം ഗഡ്കരി റോഡ് ഗതാഗതം,
ദേശീയപാതകൾ. മണ്ഡലം നാഗ്പൂറാണ്. ശ്രീ ജഗത് പ്രകാശ് നഡ്ഡ ആരോഗ്യം, കുടുംബക്ഷേമം, കെമിക്കൽസ്, രാസവളം. അടുത്തത് ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, കാർഷിക ക്ഷേമം, ഗ്രാമവികസനം. മണ്ഡലം വിദിശയാണ്. ശ്രീമതി നിർമ്മല സീതാരാമൻ ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം. ഈ ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ വിദേശകാര്യം. 2019 പത്മശ്രീ നേടിയിട്ടുണ്ട്. മനോഹർലാൽ ഖട്ടർ ഊർജം, ഭവന നിർമ്മാണം, നഗരവികസനം. മണ്ഡലം കർണാൽ. ശ്രീ ഹരദനഹള്ളി ദേവേഗൗഡ കുമാരസ്വാമി പാർട്ടി JDS ആണ്. മണ്ഡലം മാണ്ഡ്യയാണ്. വൻകിട വ്യവസായം സ്റ്റീൽ. പീയൂഷ് ഗോയൽ ആണ് അടുത്തത്. വാണിജ്യം വ്യവസായം. മണ്ഡലം നോർത്ത് മുംബൈ. അടുത്തത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം. മണ്ഡലം സാമ്പൽപൂർ. ശ്രീ ജിതിൻ റാം മാഞ്ചി പാർട്ടി HAM സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. മണ്ഡലം ഗയ. ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് ലല്ലൻ സിംഗ് അല്ലെങ്കിൽ ലല്ലൻ സിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. മണ്ഡലം മങ്കർ. പാർട്ടി JDU. പഞ്ചായത്തി രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, വികസനം. ശ്രീ സർബാനന്ദ സോനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലപാത. പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യ, ഭക്ഷ്യ പൊതുവിതരണം, ന്യൂ റിന്യൂവബിൾ എനർജി. ശ്രീ ജൂയൽ ഓറം ആദിവാസി ക്ഷേമം. ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ്. അശ്വിനി വൈഷ്ണവ് റെയിൽവേ, വാർത്താവിനിമയം, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം, വടക്കു കിഴക്കൻ മേഖല വികസനം. ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം, ടൂറിസം. ശ്രീമതി അന്നപൂർണ ദേവി വനിതാ ശിശുക്ഷേമം. ശ്രീ കിരൺ റിജിജു പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷക്ഷേമം. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം, പ്രകൃതിവാതകം. മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ, യുവജനക്ഷേമം, കായികം. ശ്രീ G കിഷൻ റെഡ്ഡി കൽക്കരി ഖനനം. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം, പ്രകൃതിവാതകം. മൻസുഖ് സിംഗ് മാണ്ഡവ്യ ഇത് പറഞ്ഞല്ലോ അല്ലേ. അടുത്തത് ശ്രീ ചിരാഗ് പ്രസാദ് പാർട്ടി LJP ഭക്ഷ്യ സംസ്കരണം. ശ്രീ ചന്ദ്രകാന്ത് രഘുനാഥ് പാട്ടീൽ ജലശക്തി. ഓക്കെ, ഇനി സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ നോക്കാം. ശ്രീ റാവു ഇന്ദ്രജിത് സിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് പദ്ധതി നിർവഹണം സ്വതന്ത്ര ചുമതല. ആസൂത്രണം സ്വതന്ത്ര ചുമതല. സാംസ്കാരിക ജിതേന്ദ്ര സിംഗ് ശാസ്ത്രവും സാങ്കേതികവും ഭൗമശാസ്ത്രം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചുമതല ആണവോർജം, ബഹിരാകാശം. വ്യക്തിഗത പൊതു പരാതി പരിഹാരവും പെൻഷനും. ശ്രീ അർജുൻ റാം മേഘ്വാൾ നിയമവും നീതിയും സ്വതന്ത്ര ചുമതല പാർലമെന്ററി കാര്യം. ശ്രീ ജാദവ് പ്രതാപ് റാവു ഗണപത് റാവു പാർട്ടി ശിവസേന ആയുഷ് സ്വതന്ത്ര ചുമതല ആരോഗ്യം കുടുംബക്ഷേമം. ശ്രീ ജയന്ത് ചൗധരി പാർട്ടി RLD ആണ് നൈപുണ്യ വികസനം സംരംഭകത്വം സ്വതന്ത്ര ചുമതല വിദ്യാഭ്യാസം. ഓക്കെ, നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഒരു സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. അപ്പം ഇദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഒന്ന് നോക്കി വെക്കുക. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. മണ്ഡലം തൃശ്ശൂരാണ്. ജോർജ് കുര്യൻ അടുത്ത ഒരു മലയാളിയാണ്. ന്യൂനപക്ഷക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം. ശ്രീമതി അനുപ്രിയ പട്ടേൽ പാർട്ടി അപ്നദൾ ആരോഗ്യം കുടുംബക്ഷേമം കെമിക്കൽ രാസവളം. ശ്രീമതി ശോഭ കരന്തലജെ ശോഭ കരന്തലജെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തൊഴിൽ. ശ്രീമതി രക്ഷാനിഖിൽ ഗഡ്സെ യുവജനക്ഷേമം കായികം. അടുത്തത് ശ്രീമതി സാവിത്രി ഠാക്കൂർ വനിതാ ശിശുക്ഷേമം. ശ്രീമതി നിമുബൻ ബാനിയ ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ലോങ്സ്റ്റ് റിവർ ഇൻ കേരള. കേരളത്തിലെ ലോങ്സ്റ്റ് റിവർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പെരിയാർ ആണ്. പെരിയാർ.
ഓക്കെ. അപ്പോൾ കേരളത്തിൽ 44 നദികളാണുള്ളത്. അതിൽ 41 വെസ്റ്റ് ഫ്ലോയിങ് ആണ്. ഇത് പതിക്കുന്നത് അറേബ്യൻ സീയിലാണ്. അതുപോലെ തന്നെ 3 ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സാണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കബനി, ഭവാനി, പാമ്പാറാണ്. അത് കാവേരിയിലേക്ക് പോയി ചേരുകയും നെയ്ബറിങ് സ്റ്റേറ്റ്സിൽ ഒഴുകുന്ന നദിയാണ് കാവേരി. അപ്പോൾ ഇത് കബനി, ഭവാനി, പാമ്പാറ് പോയി ലയിക്കുന്നത് അല്ലെങ്കിൽ കൂടിച്ചേരുന്നത് കാവേരി നദിയിലാണ്. ലോങ്സ്റ്റ് റിവർ ഇൻ കേരള പെരിയാർ. അപ്പോൾ ഇതിന് അറിയപ്പെടുന്ന മറ്റു പേരുകൾ ലൈഫ് ലൈൻ ഓഫ് കേരള എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഫോർ വാട്ടർ സപ്ലൈ, ഇറിഗേഷൻ ആൻഡ് പവർ ജനറേഷൻ. രണ്ടാമത്തെ ഏറ്റവും വലിയ നദി ഭാരതപ്പുഴയും മൂന്നാമത്തത് പമ്പയുമാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്ന് നമ്മൾ GK ക്വസ്റ്റ്യൻസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നതാണ്. റിലേറ്റഡ് ഫാക്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കറണ്ട് അഫെയർസ് ഇതിലൂടെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പോൾസ് ലഭിക്കുന്നതാണ്. ടെലഗ്രാം ചാനലിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക. റെക്കോർഡഡ് ക്ലാസ് ആണ് വരുന്നത്, ലൈവ് ക്ലാസ്സുകളില്ല. അപ്പം തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ? അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സർദാർ വല്ലഭായ് പട്ടേലാണ്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നേതാജി എന്നറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ജനിച്ചത് ജനുവരി 23, 1897. INCൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ട് 1938. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഇതാണ് INA, ഇൻ്റർനാഷണൽ ആർമിയും ആസാദ് ഹിന്ദ് ഫൗജും. ഈ 2 സംഘടനകളും ഫൗണ്ട് ചെയ്തത് സുഭാഷ് ചന്ദ്രബോസാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്ലോഗനാണ് ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം. എനിക്ക് രക്തം തരൂ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം, ജയ് ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഇദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം മരിച്ചിട്ടുള്ളത് 1945 ഓഗസ്റ്റ് 18. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് നേതാജി എന്നറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനിച്ച തീയതി ജനുവരി 23, 1897. 1938 INCൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ ആർമിയും ആസാദ് ഹിന്ദ് ഫൗജും ഇദ്ദേഹമാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇദ്ദേഹമാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഫേമസ് സ്ലോഗൻ ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം. ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്ലോഗനാണ് ജയ് ഹിന്ദ്. മരിക്കുന്നത് 1945 ഓഗസ്റ്റ് 18. ജവഹർലാൽ നെഹ്റു വാസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. ഇന്ത്യൻ്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് ജവഹർലാൽ നെഹ്റു. ഇദ്ദേഹം ജനിച്ചത് നവംബർ 14, 1889. ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ചാച്ചാജി എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഒന്ന് നോക്കി വെക്കാം. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലെറ്റേഴ്സ് ഫ്രം എ ലെറ്റർ ടു ഹിസ് ഡോട്ടർ. അടുത്തതായിട്ട് വല്ലഭായ് പട്ടേലിനെ കുറിച്ച് നോക്കാം. ഒക്ടോബർ 31, 1875 ഇദ്ദേഹം ജനിക്കുന്നത്. അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. 1991 ഭാരതരത്ന ലഭിക്കുന്നുണ്ട്. മരിക്കുന്നത് 1950 ഡിസംബർ 15. അടുത്തായിട്ട് ബാലഗംഗാധര തിലകിനെ കുറിച്ച് കുറച്ച് നോക്കാം. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ഇദ്ദേഹം ശിവജി ജയന്തിയും ഗണേശോത്സവവും ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പബ്ലിക് സെലിബ്രേഷനാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സാണ് കേസരി, മറാത്തി. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. അതായത് സ്വരാജ് എന്ന് പറയുന്നത് എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ഈ ബാലഗംഗാധര തിലകാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ കണ്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആഴ്ചയിൽ 5 ദിവസമാണ് ക്ലാസ് വരുന്നത്. ഇതിൻ്റെ PDF മെറ്റീരിയലും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുമാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.